എല്ലാവർക്കും നമസ്കാരം. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയിട്ടുള്ള വിവാഹ സമ്മാനം എന്ന മനോഹരമായിട്ടുള്ള ഒരു കവിതയുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകത അതിൽ ഊഷ്മളമായ സ്നേഹബന്ധങ്ങളെ ആവിഷ്കരിക്കുകയുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചിട്ടും സഹോദര സ്നേഹബന്ധം ഇത്രയും മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള കവികൾ വേറെ ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. കൊച്ചനുജൻ, പള്ളിക്കൂടത്തേക്ക് വീണ്ടും, പെങ്ങൾ, വിവാഹ സമ്മാനം തുടങ്ങിയുള്ള കവിതകളൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ ഈ വിവാഹ സമ്മാനം എന്നുള്ള കവിത പേരുപോലെ തന്നെ തൻ്റെ സഹോദരിക്ക് വിവാഹ സമ്മാനമായിട്ട് ഒരു താമരപ്പൂ പറിക്കാൻ ചേച്ചി കുഞ്ഞനിയനെയും കൂട്ടിയിട്ട് കുളത്തിലേക്ക് പോകുന്നതും അവിടുന്ന് അവൾ അനിയനുമായിട്ട് സംസാരിക്കുന്നതും അവരുടെ ജീവിതത്തിലെ കുറേ ഭാഗങ്ങളുമാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ ചേച്ചി ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഒരാളുണ്ട്. അപ്പോൾ ആ ആള് വിധി വൈപരീത്യത്താൽ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. തന്നെയുമല്ല, താൻ ആരെയാണോ ജീവന തുല്യം സ്നേഹിച്ചിരുന്നത് ആ വ്യക്തി തന്നെയാണ് പിന്നീട് തൻ്റെ സഹോദരിയെ വിവാഹം ചെയ്യാൻ ഇടവരുന്നത്. അപ്പൊ ചേച്ചിക്ക് അത് താങ്ങാൻ പറ്റാത്ത അത്രയും വിഷമുണ്ടാക്കുന്ന ഒന്നാണല്ലോ. പെൺകുട്ടികൾ ഇങ്ങനെ വീട്ടിലെ പുര നിറഞ്ഞു നിൽക്കുക എന്നാ പറയാ. അപ്പൊ ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന അമ്മമാരെന്നെയാവും. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടേതായ വിഷമം അമ്മ ഇങ്ങനെ ഓരോ ശകാരങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കും. പക്ഷെ അത് പെൺകുട്ടികൾക്ക് അത് വളരെ വിഷമാവും ചെയ്യും. അപ്പോൾ അതാണ് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടത്തൊക്കെ കുറ്റം എന്ന് പറയുമ്പോൾ പോലെ എന്ത് ചെയ്താലും അതിന് കുറ്റം കാണുകയാണോ എന്ന് ഈ കുട്ടിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. കാലേ കുളിച്ചാലോ വേശിയാട്ടം, കാലത്തെണിക്കാഞ്ഞാൽ കള്ളനാട്യം, പോവാതിരുന്നാലും അമ്പലത്തിൽ പോയാലും എപ്പോഴും മറ്റൊരർത്ഥം, എന്ത് ചെയ്താലും കുറ്റം തന്നെ എന്നുള്ള ആ ഒരു വിഷമമൊക്കെ ഈ ചേച്ചിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടാവുന്നത്. വിട്ടു പിരിയാൽ ചത്തു പിരിഞ്ഞാലും വേർപിരിയാ മട്ടിലായി ഞങ്ങൾ പുലർന്ന ശേഷം, ആത്ത സാഹോദര്യം നന്ദി ചൊല്ലി യാത്ര പറഞ്ഞു പിരിഞ്ഞ ശേഷം. ഇപ്പോൾ ഒരു സഹോദര്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം അങ്ങോട്ട് ഉപേക്ഷിക്കേണ്ടി വരികയാണ് ചേച്ചിക്ക്. ഇപ്പോൾ താനും തൻ്റെ ആ കമിതാവുമായിട്ട് ഞങ്ങൾ മരിച്ചാലും വേർപിരിയില്ല എന്ന മട്ടിൽ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള ആളുടെ മുന്നിൽ പിന്നീട് വേറൊരു തരത്തിൽ നിൽക്കുക എന്നുള്ളത് ചേച്ചിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ തൻ്റെ കുഞ്ഞനിയനെയും കൂട്ടിയിട്ട് നേരം പുലരുന്നതിന് മുമ്പ് കുളത്തിലേക്ക് വരികയാണ് ചേച്ചി. അനിയനോട് പറയണേ, ചേച്ചി ആ താമരപ്പൂ പറിക്കാനായിട്ട് പോവുകയാണ്, ദമ്പതിമാർക്ക് സമ്മാനമായിട്ട് ഒരു താമരപ്പൂ കൊടുക്കണം, അപ്പം നീ അതേ പറയാവൂ. ചിലപ്പോൾ ചേച്ചി ഇങ്ങോട്ട് കയറി വരില്ല, താമര തണ്ടുകളിൽ കുരുങ്ങിയിട്ട് കിടക്കുകയുള്ളൂ. അപ്പം നിന്നോട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നീ എന്തേ പറയാവൂ? ഈ ദമ്പതിമാർക്ക് കൊടുക്കാനായിട്ട് ഒരു താമരപ്പൂ പറിക്കാൻ ചേച്ചി പോയതാണ് എന്നേ നീ പറയാവൂ. ചേച്ചി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീയാൽ മുതിർന്നോർ കളിച്ചിടുമ്പോൾ നീ എതിരായൊന്നു മോതരുതേ, മുല്ല മലരൊത്തൊരിത്തുടയിൽ തല്ലിൻ്റെ പാടിനി തങ്ങിയാലോ. കുറേ കാര്യങ്ങൾ വത്സലപൂർവ്വം ചേച്ചി അനിയന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ കുഞ്ഞിൻ്റെ പുഞ്ചിരി കണ്ടിട്ട് വേണം തനിക്ക് വെള്ളത്തിലേക്ക് താണു പോവാൻ എന്ന് കരുതിയിട്ട് ചേച്ചി അനിയനോട് പറയാണ്, അപ്പോ നീ ഒന്ന് ചിരിച്ചോണ്ടിരിക്കൂ, ആശിക്കാനില്ലൊരു മന്ദഹാസം ചേച്ചിക്കു മറ്റൊരു ചുണ്ടിൽ നിന്നും. അത്രയും നിഷ്കളങ്കമായി തന്നെ മറ്റാരും തന്നെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് കുഞ്ഞനിയൻ്റെ ചിരി കണ്ടുകൊണ്ട് വേണം തനിക്ക് ഈ ലോക ജീവിതം അവസാനിപ്പിക്കാൻ എന്ന് ചേച്ചി മനസ്സിൽ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ചേച്ചി അവസാനമായിട്ട് കുഞ്ഞിനോട് പറയാണ്, കൂരിരുൾ നീങ്ങി നിൻ പുഞ്ചിരിയാൽ ഓമനേ ദീപ്തമെന്നന്തരംഗം, ഞാനീ കറുത്തൊരു നീറ്റിൽ മുങ്ങി കാണാതെയാമ്പോൾ കരയുമോ നീ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചേച്ചി പിന്നീട് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ആണ്ടുപോയതും അങ്ങനെ ഒരു സംഭവം വളരെ ഹൃദയസ്പർശിയായിട്ട് കവി ആവിഷ്കരിച്ചിട്ടുണ്ട്. വക്കീൽ ഗുമസ്തനായ അദ്ദേഹത്തിന് ഇടശ്ശേരിക്ക് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വക ഒരു അനുഭവമായിട്ട് ഇടപഴകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വളരെയധികം സ്പർശിക്കുകയുണ്ടായി. അതാണ് പിന്നീട് വിവാഹ സമ്മാനം എന്നുള്ള കവിത എഴുതാനുള്ള ആ ഒരു കാരണം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. വിവാഹ സമ്മാനം എന്നുള്ള കവിത വളരെയധികം ഹൃദയസ്പർശിയായ രീതിയിൽ ഇടശ്ശേരി എഴുതിയിട്ടുള്ള കവിതകളിൽ ഒന്നാണ്.